നമസ്കാരം. ഏറെ പരിചയമുള്ള പപ്പായ എന്ന സസ്യത്തെയാണ് കൂടുതലായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഭക്ഷണമായും മരുന്നായും സൗന്ദര്യവർദ്ധക വസ്തുവായും പ്രാചീന കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഫലമാണ് പപ്പായ. മണവും മധുരവും വെണ്ണ പോലെ മാർദ്ദവുമായ പപ്പായയെ മാലാഹമാരുടെ ഫലമെന്നാണ് ക്രിസ്റ്റഫർ കൊളംബസ് വിളിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വാഴപ്പഴം, ഓറഞ്ച്, മാമ്പഴം എന്നിവയ്ക്ക് ശേഷം 4ാമത്തെ സ്ഥാനത്തുള്ള ഫലമാണ് പപ്പായ. കാരിക്കേസി കുടുംബത്തിലെ കാരിക്ക ജനുസിൽ പപ്പായ ഇനമാണ് കപ്പളം. ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ശാസ്ത്രീയ നാമം കാരിക്ക പപ്പായ എന്നുള്ളതാണ്. പോർച്ചുഗീസ് ഭാഷയിലെ പപ്പയ എന്നതിൽ നിന്നാണ് ലത്തീൻ ഭാഷയിലെ പപ്പായ ഉണ്ടായത്. ഒരു ക്യൂബൻ പദമാണ് പോർച്ചുഗീസ് പദത്തിന് അടിസ്ഥാനമായത്. മലയാളത്തില് ഏതാണ്ട് 39ഓളം വാക്കുകൾ പപ്പായയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പപ്പായ, കപ്പളം, ഓമ, കപ്പളങ്ങ, കപ്പയ്ക്ക, കൊപ്പയ്ക്ക, കർമൂസ്, കർമ്മത്തി, കപ്പ, കപ്പുക്ക, കപ്പത്തുങ്ക, കൊപ്പക്കായ, കപ്ലങ്ങ, കപ്ലിങ്ങ, കപ്പങ്ങ, പപ്പ, പപ്പയ്ക്ക, പപ്പക്കായ, പപ്പങ്ങ, പപ്പാളി, പപ്പാളിക്കായ, പപ്പാവായിക്ക, പപ്പളങ്ങ, പപ്പരയ്ക്ക, പപ്പരങ്ങ, ഓമയ്ക്ക, ഓമക്കായ, ഓമരിക്ക, കർമൂസ, കറൂത്ത, കർമ്മത്ത, കർമ്മത്തി, കറുവത്തി, കർമ്മത്തുങ്കായി, കർമ്മിച്ചി, ധർമ്മത്തുങ്കായ, ധർമ്മസുങ്കായ, മരമത്തങ്ങ, ആണുംപെണ്ണുംകായ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ പപ്പോ എന്നാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ എരണ്ടകർക്കടി എന്നാണ് വിളിക്കുക. ഹിന്ദി ഭാഷയിൽ ഇതിനെ പബീത എന്നാണ് പറയുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ ബോപ്പൈ എന്നാണ് പറയുക. തമിഴ് ഭാഷയിൽ ഇതിനെ പപ്പയ്യ എന്നാണ് പറയുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണമേഖലകളിൽ ഒട്ടാകെ വളരുന്ന ഒന്നാണ് പപ്പായ. മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം. പോർച്ചുഗീസ് സഞ്ചാരികൾ വഴിയാണ് പപ്പായ ഇന്ത്യയിലെത്തുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പപ്പായ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് കാണപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ വൻതോതിൽ പപ്പായ കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സസ്യമാണ് പപ്പായ. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. ഒട്ടേറെ ജീവജാലങ്ങളുടെ ഭക്ഷണമാണ് പപ്പായ. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ കുരങ്ങുകൾ കാലവർഷത്തിന്റെ ആരംഭത്തിൽ പപ്പായയുടെ ഇല കഴിക്കാറുണ്ട്. രൂപകരണം നോക്കാം. പപ്പായ ഉദ്ദേശം 6 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണ്. പപ്പായ അധികം ഉള്ളില്ലാത്ത പൊള്ളയായ മിക്കവാറും ഒറ്റത്തടിയായി വളരുന്ന സസ്യമാണ്. മുകളിലായി കാണപ്പെടുന്ന ഇലകൾ 70 സെന്റിമീറ്റർ വരെ വ്യാപ്തിയിൽ ഏകദേശം നക്ഷത്ര ആകൃതിയിലാണ്. ഇലകളുടെ തണ്ടും പൊള്ളയാണ്. തടിയും തണ്ടും ചേരുന്നിടത്ത് പൂക്കളുണ്ടായി അത് ഫലമായി മാറുന്നു. പച്ച നിറത്തിലുള്ള കായ പഴുക്കുമ്പോൾ മഞ്ഞ നിറമായി മാറും. കായ്ക്കുള്ളിൽ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറമാണുള്ളത്. ഫലത്തിന് ഒത്ത നടുവിൽ കറുത്ത നിറത്തിലായിരിക്കും വിത്തുകൾ കാണപ്പെടുന്നത്. രൂപം കൊണ്ട് പെൺമരം പോലെ തന്നെയാണ് ആൺമരമെങ്കിലും പൂവിടാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 മീറ്ററിലധികം നീളമുള്ള തണ്ടുകൾ ഉണ്ടായി അതിൽ നിന്ന് ഇടയ്ക്കിടെ കുലകളായി പൂക്കൾ ഉണ്ടാകുന്നത് ആൺമരങ്ങളിലാണ്. ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകുമെങ്കിലും കായ് ഉണ്ടാകുകയില്ല. എന്നാൽ പരാഗണം നടന്ന് കായ്കൾ ഉണ്ടാകുന്നതിന് ആൺമരങ്ങളിലെ പൂക്കൾ വേണമെന്ന് നിർബന്ധമില്ല. വിത്ത് മുഖേനയാണ് ഇതിന്റെ വംശവർധന നടത്തുക. ഇനങ്ങളെ നോക്കാം. ഇന്ന് റെഡ് ലേഡി, സ്ട്രോബെറി പപ്പായ മുതൽ പലതരം വിദേശ പപ്പായ വരെ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. സങ്കര ഇനങ്ങളെക്കാൾ നാടൻ പപ്പായ ഇനങ്ങൾക്കാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. ഹണി ഡ്യൂ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. വലിയ കായ്കൾ തരുന്ന ഉയരം കുറഞ്ഞ ഇനമാണിവ. നല്ല മധുരവും മണവും ഉള്ള വിത്ത് കുറഞ്ഞ കായ്കളാണ് ഇവയ്ക്ക്. വാഷിംഗ്ടൺ എന്നൊരു ഇനമുണ്ട്. വലിയ നീണ്ട കായ്കളാണ്. വിത്ത് കുറഞ്ഞ രുചിയുള്ള കായ്കളാണ് ഇവയിൽ. CO1 എന്ന് പറയുന്നത് കോയമ്പത്തൂർ കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ച കുള്ളൻ ഇനമാണ്. തൊലിക്ക് കട്ടി കുറഞ്ഞ കായ്കളാണ്. CO2 എന്ന് പറയുന്ന ഇടത്തരം ഉയരമുള്ള ഇനമാണ്. 2 കിലോഗ്രാം വരെ ഭാരമുള്ള കായ്കൾ ഉണ്ടാകും. CO3 എന്ന് പറയുന്ന ഇടത്തരം വലിപ്പമുള്ള ചുമന്ന ദശയുള്ള കായ്കളാണ്. CO4 എന്ന് പറയുന്നത് ഇടത്തരം വലിപ്പമുള്ള മഞ്ഞ നിറമുള്ള ദശയുള്ള കായ്കളാണ്. CO5 എന്ന് പറയുന്നത് വലിയ കായ്കൾ വിളയുന്ന ഇനമാണ്. CO6 എന്ന് പറയുന്നത് കുള്ളൻ ഇനമാണ്. 2 കിലോഗ്രാമോളം വരുന്ന മഞ്ഞ കാമ്പുള്ള കായ്കളാണ്. CO7 എന്ന് പറയുന്നത് നന്നായി കായ്ക്കുന്ന ഇനമാണ്. കാമ്പിനും ചുവപ്പ് നിറമായിരിക്കും.
കൂടാതെ പൂസ ഡ്വാർഫ്, പൂസ നൻഹ, പൂസ ജെയിന്റ്, പൂസ ഡെലീഷ്യസ് ഇവയെല്ലാം കുള്ളൻ വർഗ്ഗങ്ങളാണ്. ഇതുകൂടാതെ സോളോ, കൂർഗ്, ഹണിഡ്യൂ എന്നിവ പഴത്തിന് പറ്റിയ ഇനങ്ങളാണ്. ഉൽപ്പന്നങ്ങളെ നോക്കാം. പച്ച പപ്പായയിലെ കറ ഉണക്കി പൊടിച്ചെടുക്കുന്ന പപ്പയിൻ എന്ന ഉൽപ്പന്നത്തിന് ധാരാളം വ്യാവസായിക സാധ്യതകളുണ്ട്. ഇഞ്ചി വിഭവങ്ങളുടെ സംസ്കരണത്തിനും മീനെണ്ണയുടെയും സൗന്ദര്യ സംരക്ഷക ഉൽപ്പന്നങ്ങളുടെയും മറ്റു നിർമ്മാണത്തിനും ഇതിന്റെ ഉപയോഗമുണ്ട്. പട്ടുനൂലിന്റെ ഉൽപാദനത്തിലും ബിയർ, തോൽ നിർമ്മാണത്തിലുമൊക്കെ ഇതിന്റെ ആവശ്യമുണ്ട്. ഒട്ടേറെ മരുന്നുകളുടെ നിർമ്മാണത്തിനും പപ്പയിൻ ഉപയോഗിക്കുന്നുണ്ട്. പൊതുവിഭവങ്ങളെ നോക്കാം. പപ്പായയുടെ പച്ചക്കായ കൊണ്ട് പച്ചടി, കിച്ചടി, തോരൻ എന്നിങ്ങനെയുള്ള പല കറികളും ഉണ്ടാക്കി കഴിക്കുന്നത് മലയാളികളുടെ ഇടയിൽ സാധാരണമാണ്. കായ പഴുത്തു കഴിഞ്ഞാൽ മധുരമുള്ള പഴമായി മിക്ക രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഐസ്ക്രീമിലും ബേക്കറി ഉൽപ്പന്നങ്ങളിലും വളരെയധികം ഉപയോഗിച്ചു വരുന്ന മധുരമുള്ള ഫലമാണിത്. പച്ച പപ്പായ ചെറു കഷ്ണങ്ങളാക്കി നിറവും മധുരവും ചേർത്ത് സംസ്കരിച്ച് തയ്യാറാക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയും ബേക്കറി സാധനങ്ങൾ ചേർത്ത് വരുന്നുണ്ട്. മത്സ്യ ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്യുമ്പോൾ മയപ്പെടുത്തുവാൻ പച്ചക്കായ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് ഗർഭം അലസിപ്പിക്കാൻ പപ്പായ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ബർമാക്കാർ പപ്പായയുടെ തളിരിലയും കുടവന്റെ ഇലയും ഒക്കെ സലാഡിൽ ചേർക്കാറുണ്ട്. വേവാൻ വിഷമമുള്ള വസ്തുക്കൾ അല്പം പപ്പായ ചേർത്ത് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ വെയിൽ കൊണ്ടിട്ട് തൊലിയിൽ കുമിളകൾ ഉണ്ടാകുന്നവരെ കപ്പളങ്ങ കൊണ്ട് ഉഴിഞ്ഞാൽ സുഖപ്പെടുമെന്നാണ് വിശ്വാസം. രാസഘടകങ്ങളെ നോക്കാം. ശരീരത്തിന് ആവശ്യമായ ഒട്ടേറെ രാസഘടകങ്ങളുടെ ഉറവിടമാണ് പപ്പായ. ദഹനത്തെ സഹായിക്കുന്ന പപ്പയിൻ എന്ന പ്രോട്ടിയസ് എൻസൈം കറയിൽ അടങ്ങിയിട്ടുണ്ട്. പപ്പായയുടെ ഇലയിൽ ടാനിൻ, കാർപ്പയിൻ എന്ന ആൽക്കലോയിഡ്, ആൻഡ്രാക്വിനൻ, കാർഡിയോലൈഡ്സ്, സ്റ്റിറോയിഡ്സുകൾ, സോപ്പുകൾ, ഫീനോളുകൾ, ഗ്ലൈക്കോസൈഡുകൾ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇലയില്. പച്ചക്കായയില് പെക്റ്റിൻ, സിട്രിക് അമ്ലം, മാലിക് അമ്ലം, ടാർട്ടാറിക് അമ്ലം എന്നിവയും വിത്തിൽ കാരിസിൻ എന്ന എണ്ണയുമുണ്ട്. പഴുത്ത ഫലത്തിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. പൊതുവെ പപ്പായയിൽ പോളിക് ആസിഡുകൾ, ആൽക്കലോയിഡുകൾ, ഗ്ലൈക്കോസൈഡുകൾ, വിറ്റാമിനുകൾ, ഇരുമ്പ്, കാൽസ്യം, തയാമിൻ, നിയാസിൻ, പൊട്ടാസ്യം, കരോട്ടിൻ, ബീറ്റാ കരോട്ടിൻ, ആന്റി ഓക്സിഡന്റുകൾ, പോളിസാക്കറൈഡുകൾ, ധാതു ലവണങ്ങൾ, എൻസൈമുകൾ, പ്രോട്ടീനുകൾ, ലെക്റ്റിനുകൾ, സപ്പോണിനുകൾ, ഫ്ലവനോയിഡുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഇലയും ഫലവും വിത്തും വേരും കറയും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദഹനം, ശരീരശക്തി, സൗന്ദര്യം, പ്ലേറ്റ്ലെറ്റുകൾ, ഊർജം, രോഗപ്രതിരോധ ശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. ഉദരകൃമി, പുഴുക്കടി, ഗ്രഹണി, അതിസാരം, കരൾ രോഗം, ഹൃദ്രോഗം, ജലദോഷം, ചുമ, കൃമി, വ്രണം, ഡെങ്കിപ്പനി, കഫം, യൂറിക് ആസിഡ്, മൂലക്കുരു, വയറുകടി, ദഹനക്കേട്, കുടൽ വ്രണം, ഡെങ്കിപ്പനി, പിത്തം, മലബന്ധം, തീപ്പൊള്ളൽ എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ്. യുക്തിപൂർവ്വം ഉപയോഗിച്ചാൽ ആർത്തവം സുഗമമാക്കും, വയറ് ശുദ്ധീകരിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്ക് പരിഹാരമായി പപ്പയിൻ അടങ്ങിയ ഔഷധങ്ങൾ ധാരാളമായി വിപണിയിലുണ്ട്. പച്ചക്കായയിൽ കാണപ്പെടുന്ന വെള്ള നിറത്തിലുള്ള കറയാണ് പപ്പയിൻ കൂടുതലായിട്ടുള്ളത്. പഴുക്കുമ്പോൾ പപ്പയിന് രാസമാറ്റം സംഭവിച്ച് അത് ഇല്ലാണ്ടാകും. കരോട്ടിൻ, ബീറ്റാ കരോട്ടിൻ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ അർബുദത്തെ പ്രതിരോധിക്കാൻ പപ്പായ സഹായകരമാണ്. കപ്പങ്ങ കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ ത്വക്ക് രോഗങ്ങൾക്ക് നല്ലതാണ്. പപ്പയയിലെ അസറ്റോജനിൻ എന്ന രാസഘടകമാണ് ഡെങ്കിപ്പനി, ക്യാൻസർ, മലേറിയ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നത്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ഡെങ്കിപ്പനിക്ക് പപ്പായയുടെ ഇല അരച്ച് തേനിൽ ചേർത്ത് കഴിച്ചാൽ ശമനമുണ്ടാകും. 2. വിഴാലരിയും പപ്പായയുടെ കറയും സമം ശർക്കരയും ചേർത്ത് സേവിച്ചാൽ ഉദരകൃമികൾ നശിക്കും. 1 വയസ്സ് മുതൽ 90 വയസ്സ് വരെ യുക്തിപൂർവമായ മാത്ര നിശ്ചയിച്ച് വൈദ്യന് അത് നിർദ്ദേശിക്കാവുന്നതാണ്. 3. പപ്പായയുടെ കറ പുരട്ടി ചുട്ടെടുത്ത പപ്പടം കഴിച്ചാൽ കുഞ്ഞുങ്ങളുടെ വയറ്റിലുണ്ടാകുന്ന വിരയും കൃമിയും നശിക്കുന്നതാണ്. 4. യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥയിൽ പച്ചപ്പപ്പായ പറിച്ച് കഴുകിയ ശേഷം ചെത്തി ചെറു കഷ്ണങ്ങളാക്കി കറയോടുകൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ഊറ്റിയെടുത്ത വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. 5. ചിക്കൻ ഗുനിയ പടർന്നു പിടിച്ച സമയത്ത് പ്ലേറ്റ്ലേറ്റ് കൗണ്ട്
പെട്ടെന്ന് കുറയുന്ന ഒരവസ്ഥ രോഗികൾ ഉണ്ടായപ്പോൾ വേഗം കൗണ്ട് കൂട്ടുന്നതിന് പപ്പായയുടെ തളിരില ജ്യൂസ് അടിച്ചു കൊടുക്കുകയും പപ്പായ പഴമായിട്ടും പച്ച പപ്പായ പലതരത്തിൽ കറി വെച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് പ്രതിരോധ ശേഷി കൂട്ടിയിരുന്നു. 6. പപ്പായയുടെ ഇല ഉണക്കിപ്പൊടിച്ച് വീടുകളിൽ സന്ധ്യാസമയത്ത് പുകയ്ക്കുന്നത് കൊതുകിനെ അകറ്റാനും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും ഉത്തമമാണ്. 7. മലബന്ധമുള്ളവർക്ക് പപ്പായ പഴം കഴിക്കുന്നത് ശോധനയുണ്ടാകാൻ സഹായിക്കുന്നതാണ്. 8. പപ്പായയുടെ ഇല സോപ്പിന് പകരം തേച്ചു കുളിക്കാൻ ഉപയോഗിക്കാം. ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഉണങ്ങിയ പപ്പായയുടെ ഇല വെള്ളത്തിൽ കുതിർത്ത് ശരീരം മുഴുവൻ തേച്ച് 15 മിനിറ്റ് ഇരുന്ന ശേഷം കുളിക്കുക. ശരീര ദുർഗന്ധം മാറും, പല ത്വക്ക് രോഗങ്ങളും ശമിക്കും. പക്ഷെ തല അങ്ങനെ ചെയ്യുന്നതിൽ പരമാവധി ഒഴിവാക്കുക. അഥവാ ഇനി തലയിൽ തേച്ചാൽ അത് നീരിറക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുഖത്ത് തേക്കുന്നതിന് വലിയ കുഴപ്പമില്ല. കുളിക്കുമ്പോൾ തലയിൽ ഒഴിച്ച് വേണമെങ്കിൽ വേഗത്തിൽ കഴുകിക്കളയാം. 9. പപ്പായയുടെ ഇല പതിവായി പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ ശമിക്കുന്നതാണ്. 10. അർശരോഗികൾ ഇളയ പപ്പായക്കായ ഇടയ്ക്കിടെ കഴിക്കുന്നത് നല്ലതാണ്. 11. പപ്പായ കുരു ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ ഫാറ്റി ലിവർ കുറയുന്നതാണ്. 12. പഴുത്ത പപ്പായക്കുരു കഴുകി നിഴലിൽ ഉണക്കിപ്പൊടിച്ച് 1 ടീസ്പൂൺ കുരു ഉണങ്ങിയ പൊടിയും 1 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി 21 ദിവസം പ്രഭാതത്തിൽ സേവിച്ചാൽ ഫാറ്റി ലിവറിന് ശമനം കിട്ടും. ആവശ്യമുള്ളവർക്ക് 1 സ്പൂൺ തേനും കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. ഫാറ്റി ലിവർ ഗ്രേഡ് 1നും ഗ്രേഡ് 2നും വളരെ ഫലപ്രദമാണ്. അതിൽ കൂടുതലായാൽ പലയാവർത്തി കഴിക്കേണ്ടി വരും. തുടർച്ചയായിട്ട് കഴിക്കരുത്. ഒരു കോഴ്സ് 21 ദിവസത്തെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അടുത്ത കോഴ്സ് ആരംഭിക്കാൻ പാടുള്ളൂ. ഇത് കഴിക്കുമ്പോൾ മത്സ്യം, മാംസം, മുട്ട മുതലായവ വർജിക്കേണ്ടതാണ്. 13. പപ്പായയുടെ ഇല 1 പിടി, തുളസിയില 1 പിടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കല്ലുപ്പ് 2 സ്പൂൺ എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ആവി പിടിച്ചാൽ തലവേദന ശമിക്കുന്നതാണ്. 14. പപ്പായ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ്. പഴുത്ത പപ്പായ മിക്സിയിൽ അടിച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം വർദ്ധിക്കുന്നതാണ്. അകത്ത് കഴിച്ചാൽ വയർ ശുദ്ധമാകും, അസിഡിറ്റി കുറയും, കരളിനെ സംരക്ഷിക്കും. മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. 15. 1 സ്പൂൺ പപ്പായ ഇലയുടെ നീര് 1 സ്പൂൺ തേനും 1 സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് 3 ദിവസം കഴിച്ചാൽ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് വർദ്ധിക്കും. ദേഹബലം നോക്കി 1.5 സ്പൂൺ വരെ കഴിക്കാം. ആവശ്യമെങ്കിൽ 5 ദിവസമോ 7 ദിവസമോ കഴിക്കാം. അതിൽ കൂടുതൽ തുടർച്ചയായിട്ട് കഴിക്കരുത്. ആന്തരികാവയവങ്ങൾക്ക് തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രായത്തിന്റെ അനുസരിച്ച് ഡോസ് കുറയ്ക്കണം. 16. പപ്പായയുടെ വേര് ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ ശരീരവേദന ശമിക്കുന്നതാണ്. 17. പപ്പങ്ങ 1ന്റെ 1/4 ഭാഗം, പനിക്കൂർക്ക ഇല 5 മുതൽ 8 വരെ, പച്ചമഞ്ഞൾ 1 കഷ്ണം, കുരുമുളക് പൊടി 3/4 സ്പൂൺ, ചുക്ക് 1/2 സ്പൂൺ എന്നിവ 1.5 ലിറ്റർ വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കുക. അത് ഇറക്കുന്നതിന് വാങ്ങാൻ നേരം ഒരു ചെറുനാരങ്ങ ചെറുതായി അരിഞ്ഞ് ചേർക്കുക. ഇത് കഴിച്ചാൽ 3 ദിവസം കൊണ്ട് തന്നെ യൂറിക് ആസിഡ് കൊണ്ടുള്ള വേദന മാറും. 15 ദിവസം കഴിഞ്ഞാൽ യൂറിക് ആസിഡ് നോർമലാകും. 18. പപ്പായയുടെ പാൽ പനിക്കും തൊണ്ടവേദനയ്ക്കും ചെറിയ അളവിൽ അകത്ത് ഉപയോഗിക്കാം. ഇതിന്റെ ഇല തിളപ്പിച്ച് കുടിച്ചാൽ പനി ഭേദമാകും. ബ്ലഡിലെ കൗണ്ടിങ് കുറയുന്ന പനിക്ക് വളരെ നല്ലതാണ്. 19. ജലദോഷത്തിന് പപ്പായയുടെ ഇല തിളപ്പിച്ച് ആവി കൊള്ളുന്നത് ഫലപ്രദമാണ്. 20. ശരീരത്തിനുണ്ടാകുന്ന കുരുക്കൾക്ക് പപ്പായയുടെ കറ പുറമെ പുരട്ടുന്നത് ഫലപ്രദമാണ്. 21. പച്ചപ്പപ്പങ്ങയുടെ കറ വെളിച്ചെണ്ണയിൽ ചാലിച്ച് പുരട്ടിയാൽ മുടി വട്ടത്തിൽ പൊഴിയുന്നത് ശമിക്കുന്നതാണ്. 22. വെള്ളപ്പാണ്ടിന് കശുമാവിൻ്റെ ഇല, പൂത്തുമ്പ, കീഴാർനെല്ലി, പപ്പായ ഇല, കയ്യുണ്യം എന്നിവ അരച്ച് കുഴമ്പാക്കി പാണ്ടുള്ളിടത്ത് തേച്ചു പിടിപ്പിച്ചാൽ ഫലപ്രദമാണ്. 23. പച്ചപ്പപ്പായ കറ കളയാതെ കഴിച്ചാൽ ആർത്തവ തടസ്സം മാറും. ആർത്തവ രക്തം ഒഴിഞ്ഞു പോകായിക മൂലമുണ്ടാകുന്ന ആർത്തവ വേദനയും ശമിക്കുന്നതാണ്. 24. പപ്പായക്കറ പുരട്ടിയാൽ പുഴുക്കടി ശമിക്കും. മുഖത്ത് പുരട്ടാതിരിക്കുന്നതാണ് നല്ലത്. 25. പപ്പായ തോല് കളഞ്ഞ് കറയോടുകൂടി കറി വെച്ച് കഴിച്ചാൽ രക്തത്തിലെ കൗണ്ട് ക്രമപ്പെടും. 26. പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറവുള്ളവർ പപ്പായയുടെ തളിരില ചതച്ചു പിഴിഞ്ഞ നീര് 1/2 സ്പൂൺ സമം തേനും ചേർത്ത് കഴിച്ചാൽ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് ക്രമപ്പെടും. 27. പപ്പായയുടെ മൂക്കാത്ത കായ തോല് കളഞ്ഞ് അതിൻ്റെ കറയും കുരുവും സഹിതം ചതച്ചു പിഴിഞ്ഞ് 30 മില്ലി നീര് വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ആർത്തവ തടസ്സം മാറുന്നതാണ്. 28. കറുവപ്പട്ട, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് എന്നിവ ഒരു കപ്പങ്ങയുടെ 1/3 ഭാഗവും കൂട്ടി 6 ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് വറ്റിച്ച്
3 ഗ്ലാസ്സാക്കി ഓരോ ഗ്ലാസ് വീതം 1 സ്പൂൺ തേനും ചേർത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണത്തിന് മണിക്കൂർ മുമ്പ് സേവിക്കുക. ഇങ്ങനെ 5 ദിവസം സേവിക്കുമ്പോൾ യൂറിക് ആസിഡ് നോർമലാവും. 29 പപ്പായയുടെ കുരു ഉണക്കിപ്പൊടിച്ച് പാലിൽ കഴിച്ചാൽ ഉത്തേജനമുണ്ടാകും. 30 പപ്പായയുടെ ഇല ഞരടി റൂമിൽ അങ്ങിങ്ങായി വെച്ചാൽ കൊതുക് ശല്യം കുറയുന്നതാണ്. 31 പപ്പായയുടെ ഉണങ്ങിയ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ബ്ലഡ് കൗണ്ട് വർദ്ധിക്കുന്നതാണ്. 32 പപ്പായയുടെ ഇല ചൂടുവെള്ളത്തിലിട്ടോ തീയിൽ കാണിച്ച് വാട്ടിയെടുത്തോ ചൂട് പിടിപ്പിച്ചാൽ ഞരമ്പ് വേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാകും. ഞരമ്പിന്റെ മുകളിലാണ് ചൂട് പിടിക്കുന്നത്. 33 പപ്പായ കറിയായിട്ടും തോരനായിട്ടും കഴിക്കുന്നത് ദഹനശക്തി വർദ്ധിക്കുന്നതിനും കുടൽ ശുദ്ധിക്കും വിരകളെ ഇല്ലാതാക്കുന്നതിനും നല്ലതാണ്. 34 ആവിയിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുന്ന ഇലക്കറിയായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്ത രോഗികൾക്കും മൂത്രാശയ രോഗികൾക്കും വളരെ നല്ലതാണ്. കൃമിശല്യം, വയറുവേദന, പനി എന്നീ അവസ്ഥകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. 35 അഗ്നിമാന്ദ്യം, ഗ്രഹണി, അതിസാരം, എകൃത്ത് അഥവാ പ്ലീഹാവൃത്തി എന്നീ അസുഖങ്ങളുള്ളവര് പപ്പായ പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൃഷി വിവരങ്ങളെ നോക്കാം. വിത്ത് മുളപ്പിച്ചാണ് ഇതിന്റെ തൈകൾ ഉണ്ടാക്കി എടുക്കാറ് പൊതുവെ. കൂടാതെ കൂനപ്പതി അഥവാ മൗണ്ട് ലെയറിംഗ് വഴി ഇതിന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അധികം സംരക്ഷണം നൽകിയില്ലെങ്കിലും ഫലം നൽകുന്ന ഒരു വിളയാണ് പപ്പായ. പ്രത്യേക സീസൺ അല്ലാതെ വർഷം മുഴുവൻ പപ്പായ ഫലം തരും. 1 ഏക്കറിൽ ഏതാണ്ട് 1000 മുതൽ 1200 വരെ തൈകൾ നടാവുന്നതാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് തൈകൾ മുളപ്പിക്കാൻ പറ്റിയ സമയം. ചെറിയ ബാഗുകളിൽ വിത്ത് പാകാവുന്നതാണ്. 2 മാസം പ്രായമായ തൈകൾ മാറ്റി നടാവുന്നതാണ്. മെയ് ജൂൺ മാസങ്ങളിൽ മാറ്റി നടുന്നതാണ് കൂടുതൽ നല്ലത്. 2 മീറ്റർ അകലത്തിൽ 1/2 മീറ്റർ സമചതുരത്തിൽ തയ്യാറാക്കിയ കുഴികളിൽ വളവും മേൽമണ്ണും ഒക്കെ കൂട്ടിയിളക്കിയ നടീൽ മിശ്രിതത്തിൽ വേരുകൾ പൊട്ടാതെ തൈകൾ നടണം. വളം 1.5 മാസത്തെ ഇടവേളയിൽ വെച്ച് നൽകിക്കൊണ്ടിരിക്കണം. കുറച്ച് കുമ്മായം കൂടി വളത്തോടുകൂടി ചേർക്കുന്നത് അമ്ലഗുണം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കേണ്ടതും അതുപോലെ തന്നെ കളകളില്ലാതിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ചെടികൾ പൂവിട്ട് തുടങ്ങുമ്പോൾ ആൺചെടികൾ ഉണ്ടെങ്കിൽ പറിച്ച് മാറ്റേണ്ടതാണ്. പപ്പായയുടെ ഇല അരിഞ്ഞ് ഗോമൂത്രത്തിലോ ചാണകം കലക്കിയ വെള്ളത്തിലോ ഇട്ട് 3 ദിവസം അടച്ചു വെച്ച ശേഷം നല്ലതുപോലെ ഇളക്കി ചേർത്ത് അരിച്ചെടുത്ത് 10 ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറി ചെടികളിൽ തളിക്കുന്നത് ആ പച്ചക്കറികളുടെ കീടബാധ അകറ്റാനും വളർച്ച ത്വരിതപ്പെടുത്താനും നല്ലൊരു മാർഗമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം. പപ്പായ ഇരുമ്പ് തൊടാതെ ഉപയോഗിച്ചാൽ ഗുണം കൂടുതലാകും. പപ്പങ്ങയ്ക്ക് ബീജത്തെ ചലിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് വ്രതമുള്ളപ്പോൾ പപ്പങ്ങ കഴിക്കരുത്. വടക്കേ ഇന്ത്യക്കാർ മിക്സഡ് വെജിറ്റബിൾ പലതും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ പപ്പായ മാത്രം മിക്സഡ് വെജിറ്റബിളിൽ ചേർക്കില്ല. പപ്പായ ഒറ്റയ്ക്ക് കറിയാക്കി വെക്കുകയാണ് അവർ പതിവ്. പ്രത്യേകിച്ച് പാവയ്ക്കയ്ക്ക് ഒപ്പം പപ്പായ വിഷമാണ് എന്നാണ് അവരുടെ വിചാരം. പാർശ്വഫലങ്ങളെ നോക്കാം. രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവർ പപ്പായ അതിനൊപ്പം കഴിക്കരുത്. കാരണം രക്തസമ്മർദ്ദം ക്രമാതീതമായി കുറഞ്ഞ് ആരോഗ്യത്തിനെ സാരമായി ബാധിക്കും. ഇത് മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാവും. അമിതമായി കഴിച്ചാൽ പുരുഷന്മാരുടെ പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുന്ന ഒരു പഴമാണ് പപ്പായ. ബീജത്തിന്റെ അളവിനെയും ചലനത്തെയും ഇത് സാരമായിട്ട് ബാധിക്കും. എന്നാൽ മിതമായ അളവിൽ പഴുത്ത പപ്പായ സ്ഥിരമായി കഴിക്കുന്നത് ലൈംഗിക ശേഷി വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും സൂക്ഷിക്കേണ്ടതാണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ലാറ്റക്സ് പലരിലും അലർജി ഉണ്ടാക്കാറുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭാവസ്ഥയിൽ പപ്പായ കഴിക്കുന്നത് മൂലം അബോർഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഗർഭിണികൾ ഗർഭസ്ഥ ആരംഭത്തിൽ പപ്പായ കഴിക്കുന്ന ശീലം മാറ്റണം. പപ്പായ കൂടുതലായി ദീർഘകാലം ഉപയോഗിച്ചാൽ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അളവിൽ കൂടുതൽ പച്ച പപ്പായ കഴിച്ചാൽ ഇതിലുള്ള പപ്പൈൻ, കൈമോപപ്പൈൻ, എൻഡോ പെപ്റ്റിഡേറ്റ്സ് എന്നീ എൻസൈമുകൾ അന്നനാളത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. പപ്പായയുടെ ഇലയും അളവിൽ കൂടുതൽ കഴിക്കുന്നത് നാഡീവ്യൂഹത്തിന് ദോഷം വരുത്തും. ഇതിന് കാരണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകളാണ്. രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ പച്ചപ്പപ്പായ കഴിക്കാവൂ. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരും പച്ചപ്പപ്പായ കഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. പച്ചപ്പപ്പായയുടെ കറ ചിലരിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശ്വാസം മുട്ടലും വലിവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മുലയൂട്ടുന്ന അമ്മമാര് കപ്ലങ്ങ അധികമായിട്ട് കഴിച്ചാൽ കുട്ടികളിൽ ചില വിഷമതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പപ്പായക്കറ ഉണ്ടാക്കുന്ന പൊള്ളല് ചിലർക്ക് കറുത്ത പാടുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഗർഭ ആരംഭത്തില് ഇളം പപ്പക്കായ വെറും വയറ്റില് ചാറ് പോകാതെ 15 ദിവസം കഴിച്ചാൽ ഗർഭസ്ഥ ശിശു നശിച്ചു പോകുന്നതാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ആശംസിക്കുന്നു.
ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.